ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അത്യാവശ്യം നല്ല കിടിലൻ ന്യൂസുമായിട്ടാണ്. ഇത് ഡിസംബറിലാണ് വന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബറിൽ തന്നെയാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ജാനുവരി ആവും, അതെനിക്കറിയാം. എനിവേ, നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഫോക്സ് വാഗൻ്റെ ഗോൾഫ് GTI പറ്റിയാണ്. ഈ വണ്ടി അവർ വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീണ്ടും എന്ന് പറയുമ്പം ഗോൾഫ് അല്ല, നമുക്കിവിടെ ഇതിന് മുന്നേ GTI കിട്ടിയിട്ടുണ്ട്. പോളോ GTI ആണ് കിട്ടിയത്. അതിവിടെ പോളോ GTI എന്ന് പറഞ്ഞ പേരിലല്ല, വെറും GTI എന്ന് പറഞ്ഞ പേരിലാണ് ഇന്ത്യയിൽ വന്നത്. ഒറിജിനലി അത് ഗ്ലോബലി പോളോ GTI എന്ന് പറഞ്ഞ് തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാരണം GTI എന്ന് പറയുന്ന ഫോക്സ് വാഗൻ്റെ ഒരു പെർഫോമൻസ് സ്റ്റേഷൻ പോലെയാണ്. ഇപ്പോൾ ഫിയറ്റിന് അപാർത്തുള്ള പോലെയും അതുപോലെ നമ്മുടെ BMW M പെർഫോമൻസ്, മെർസിഡീസിൻ്റെ AMG ഇപ്പോൾ തുടങ്ങിയ പോലത്തെ ഫോക്സ് വാഗൻ്റെ പെർഫോമൻസ് വേർഷൻസ് ആണ് GTI. പിന്നെ ഫോക്സ് വാഗൻ R എന്ന് പറഞ്ഞ വേർഷൻസ് ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടെ സ്പോർട്ടിയാണ്. ഗോൾഫിനും ഒരു R വേർഷൻ അവൈലബിൾ ആണ്. പക്ഷെ അത് നമുക്ക് ഇന്ത്യയിൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അത് ഇതിനേക്കാൾ കുറച്ചും കൂടെ പവർ കൂടുതലാണ്. എന്തായാലും പോളോ GTIക്ക് ശേഷം പിന്നെ ഇന്ത്യയിലൊരു GTI മോഡൽ ഫോക്സ് വാഗൻ ഇറക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോളോയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്ന ആകാശത്തെത്തി ഇപ്പോൾ ഏകദേശം GTIയുടെ. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ഗോൾഫ് GTI ആണ് വരാൻ പോകുന്നത്. പോളോ പോലും അല്ല, അതിൻ്റെയും കൂടെ ഒരു തൊട്ട് മുകളിൽ നിൽക്കുന്ന സെഗ്മെൻറ്റിലുള്ള വാഹനമാണ്. നമുക്ക് ഇന്ത്യയിൽ ഇതുവരെ ഒരു ഗോൾഫ് ഒഫീഷ്യലി വിറ്റിട്ടില്ല. അകപ്പാട് നമുക്ക് പോളോ ഒക്കെ വന്നിട്ടുള്ളൂ ഹാച്ച് ബാക്സ് ആയിട്ട്. ഗോൾഫ് എന്ന് പറയുന്നത് അവരുടെ ഇൻ്റർനാഷണലി ഉള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള വാഹനമാണ്. നമ്മുടെ പഴയ ബീറ്റിൽ റീപ്ലേസ് ചെയ്ത് വന്ന ഒരു വാഹനം കൂടിയാണ് ഫോക്സ് വാഗൻ്റെ ഗോൾഫ് ഇൻ്റർനാഷണലി. പോളോ ഒക്കെ അവർ അതിന് ശേഷമാണ് ഇറക്കിയത്. ആക്ച്വലി അവരുടെ ഒരു എൻട്രി ലെവൽ വാഹനം എന്നുള്ളത് എപ്പോഴും ഗോൾഫായിരുന്നു. അതിന് താഴെ പിന്നീടാണ് പോളോ വരുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള വണ്ടി പോളോ ആണെങ്കിലും ഇൻ്റർനാഷണലി അങ്ങനെയല്ല, ഗോൾഫാണ് കൂടുതൽ പോളോയേക്കാൾ ഫാൻ ഫോളോയിങ് ഉള്ള വാഹനം. എന്തായാലും നമുക്കിപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന വാഹനമാണിത്. നമുക്കിതിൻ്റെ അകത്ത് ഫോക്സ് വാഗൻ ടിപ്പിക്കൽ GTI വേർഷൻസിലെല്ലാം കിട്ടുന്ന പോലെ ഒരു റെഡ് സ്ട്രിപ്പ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നെ വളരെ തിന്നായിട്ടുള്ള ക്രോം ലൈനിങ് വരുന്നുണ്ട്. പിന്നെ മെട്രിക്സ് LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടോപ്പ് പോർഷനായിട്ട് DRLs കൊടുത്തിട്ടുണ്ട്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫോഗ് ലാംപ്സ് ഒന്നും ഇല്ല, പക്ഷേ അഗൈൻ സ്പോർട്ടി ഡിസൈനുള്ള ബമ്പേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഞാനിതിൻ്റെ ഡിസൈൻ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടി പോളോ പോലെ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടിയൊന്നുമല്ല. ഈവൻ ഇൻ്റർനാഷണലി ഇപ്പോൾ വരുന്ന പോളോ 4.1 മീറ്റേഴ്സിന് മുകളിലുണ്ട്. ഈ വണ്ടി 4.3 മീറ്റേഴ്സിനടുത്ത് ലെങ്ത് ഉള്ള വാഹനമാണ്. ആൻഡ് വിഡ്ത്ത് ആണെങ്കിലും 1.79 മീറ്റേഴ്സിനടുത്താണ് വരുന്നത്. സോ ബേസിക്കലി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗുണേക്കാളും വലിപ്പം ഈ വാഹനത്തിനുണ്ട്. ഏകദേശം ക്രെറ്റയുടെ അത്രയൊക്കെ വലിപ്പം ഇതിനുണ്ട് എന്ന് പറയും. ഹൈറ്റ് അല്ല, ഗ്രൗണ്ട് ക്ലിയറൻസും അല്ല, അല്ലാതെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അത്രയുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് GTI ബാഡ്ജ് അവൈലബിൾ ആണ്. പിന്നെ മിറേഴ്സ് ഒക്കെ നല്ല സ്പോർട്ടിയാണ്. അതുപോലെ തന്നെ അലോയ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 18 ഇഞ്ച് അലോയ്സ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. പക്ഷേ വേണമെങ്കിൽ 19 ഇഞ്ച് ഓപ്ഷണൽ അലോയ്സിൻ്റെ ഒരു സംവിധാനം ഉണ്ട് ഇൻ്റർനാഷണലി. പക്ഷേ ഇന്ത്യയിലേക്ക് അത് വരുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഇന്ത്യയിൽ അവരെപ്പോഴും കുറച്ചും കൂടെ ടയർ സൈസ് കുറച്ചാണ് തന്നിട്ടുള്ളത്. റോഡും അതുപോലെ റൈഡ് ക്വാളിറ്റി ബെറ്റർ ആക്കാനൊക്കെയാണ്. സോ ചിലപ്പോൾ അത് തന്നെ ചെയ്യാനാണ് സാധ്യത കൂടുതലും. 18 ഇഞ്ചിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരിക്കും. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെയും വളരെ സ്ലിക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. 3D പ്രൊജക്ഷൻ ഉള്ള ടെയിൽ ലാംപ്സ് എന്നാണ് ഫോക്സ് വാഗൻ പറയുന്നത്. പിന്നെ ബാക്കിൽ GTI എന്ന് പറഞ്ഞ ബാഡ്ജ് മാത്രമേ വരുന്നുള്ളൂ. ഗോൾഫിൻ്റെ ബാഡ്ജിങ് ഒന്നുമില്ല. പിന്നെ ഒരു സ്പോർട്ടി ഡിസൈനുള്ള റിയർ സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ നമുക്ക് 2 എക്സോസ്റ്റ് പൈപ്പുകൾ വരുന്നുണ്ട് ബാക്കിൽ. രണ്ടും ഫംഗ്ഷനാണ്, ഫേക്ക് ഒന്നും അല്ല. പിന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, സ്പോർട്ടി ബമ്പർ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടി കാണാൻ അത്യാവശ്യം നല്ലതാണ്. നല്ലൊരു ഹോട്ട് ഹാച്ചിൻ്റെ ഒക്കെ ലുക്കുള്ള പോലത്തെ വണ്ടിയാണ്. അല്ലാതെ ഒരു ബ്ലാങ്ക് ലുക്കല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഫ്ലാഷിയായി ആൾക്കാരെ കാണിക്കണം എന്നുള്ള രീതിയിലല്ല നിൽക്കുന്നത്. മിനിയൊക്കെ ഉള്ളതുപോലെ ഒരു നോർമൽ സ്റ്റാൻസാണ് ഈ വാഹനത്തിന്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ കോംപ്രമൈസ് ഒന്നുമില്ല. വളരെ വലിയൊരു 12.9 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയിൽ ഇങ്ങനെ വലിയൊരു ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് ഇങ്ങനെയാണ്. അതുകൊണ്ട് അവരെന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ AC, അതുപോലെ തന്നെ താഴത്തെ കൺട്രോൾ പാനലെല്ലാം കാണാം. സെൻറ്റർ കൺസോളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലേഔട്ട് എടുക്കുകയാണെങ്കിലും അവിടെ നമുക്ക് കുറച്ചധികം റെഡ് ആക്സൻസ് ഒക്കെ കാണാം. നോർമൽ ഗോൾഫിൻ്റെ ലേഔട്ട് തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കളർ തീമിലൊക്കെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. പിന്നെ ഇൻസൈഡ് റെയർ വ്യൂ മിറേഴ്സ് എല്ലാം ഓട്ടോ ഡിമ്മിംഗ് ആണ്. അതുപോലെ സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്രാവശ്യം മാനുവൽ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പറയാനുള്ള കാരണം ഇതിന് തൊട്ട് മുന്നത്തെ വാഹനത്തിൽ അവർ ടച്ച് സെൻസിറ്റീവ് ബട്ടൺസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞു, അറിയാതെ ആക്സിഡൻ്റൽ ടച്ചസ് വരുന്നുണ്ട്, വണ്ടി ഓടിക്കുമ്പം ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ ടച്ച് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് അവരത് മാറ്റി ഫിസിക്കൽ ബട്ടൺസ് തന്നെ ആക്കി. വളരെ നല്ല കാര്യമാണ്. ഇത് ആക്ച്വലി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഫോക്സ് വാഗൻസിൻ്റെ വണ്ടികളിലുള്ള സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് റെഡ് ആക്സൻസ് ഒക്കെ ഉണ്ട് എന്ന് മാത്രം. ഡിസൈൻ ബേസിക്കലി സെയിം ആണ്.
പിന്നെ ജി ടി ഐയുടെ ബാഡ്ജിങ് ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്തുണ്ട്. അതിപ്പോൾ ജി ടി ഐ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസിലെല്ലാം ഉള്ളതാണ്. അതുപോലെ നമുക്കിതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റിലാണെങ്കിലും കുറച്ച് ജി ടി ഐ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതിൻ്റെ ബട്ടൺ നമ്മൾ വണ്ടി ഓൺ ആക്കുന്നതിന് മുന്നേ റെഡൊക്കെ ആയി വരും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ സീറ്റ്സ് നോക്കുകയാണെങ്കിലും ഒരു ടാർട്ടൻ അപ്ഹോൾസ്റ്ററി വരുന്ന സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒറിജിനലി വന്ന പോളോ ജി ടി ഐയിലും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്പോർട്ടി സീറ്റ്സ് നമുക്ക് അല്ലാതെ വേണമെങ്കിൽ ഇതിനകത്ത് കിട്ടും. അതിനകത്ത് ഹെഡ് റെസ്റ്റ് എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ്. പക്ഷേ ഏകദേശം ഒരു സ്പോർട്സ് കാറിലൊക്കെ വരുന്ന പോലത്തെ അങ്ങനത്തെ സ്പോർട്ടി ടൈപ്പ് സീറ്റ്സ് ആണ് അല്ലാതെ എടുക്കുകയാണെങ്കിൽ വരുന്നത്. അതും നല്ല സീറ്റ്സ് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്ന പെർഫോമൻസ് ആണല്ലോ. നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് 2 ലിറ്റർ TSI എന്ന് പറയുന്ന E888 എഞ്ചിനാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനാണ്. നമുക്കിവിടെ ഇതിന് മുന്നേ E888 പെർഫോമൻസ് വേർഷനായിട്ട് കിട്ടിയത് VRS 245 പേര് പോലെ തന്നെ 245 bhp ആണ് വണ്ടി പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു മാക്സിമം ട്യൂണിംഗ് പൊട്ടൻഷ്യൽ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ജി ടി ഐയിലുള്ള മാക്സിമം പവർ എന്ന് പറയുന്നത് 265 PS പവറാണ്. അത്യാവശ്യം 20 PS അടുത്തുള്ള ഒരു പവർ ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ടോർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 370 Nm ടോർക്ക് തന്നെയാണ് ഇപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ ആണെങ്കിൽ പോലും ഇതിനകത്ത് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. പക്ഷേ 7 സ്പീഡ് എന്ന് പറയുമ്പോൾ DQ200 ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. DQ200 അല്ല, DQ381 ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ വലിയ DSG ഫെയിലിയേഴ്സിൻ്റെ കേസസ് ഒന്നും പറയേണ്ടതായിട്ടുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ എന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് മാനുവലിൻ്റെ ഓപ്ഷൻ ഇൻ്റർനാഷണലി അവൈലബിൾ അല്ല. ഇതിന് തൊട്ട് മുന്നത്തെ GTI 2024 വരെ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ GTIയിൽ കൊടുത്തിരുന്നു. നമുക്ക് ഇന്ത്യയിൽ എന്തായാലും മാനുവൽ ട്രാൻസ്മിഷൻ വെച്ചിട്ടുള്ള GTI ഒന്നും വന്നിട്ടില്ല. പണ്ട് പോളോ GTI വന്നതും 7 സ്പീഡ് DSG വെച്ച് തന്നെയായിരുന്നു. പക്ഷേ അത് DQ200 ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു അപ്ഗ്രേഡാണ് ഈ വണ്ടിയിലേക്ക് വരുമ്പം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റി പറയാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഗ്ലോബലി വരുന്ന ആ ഒരു പ്രൈസ് പോയിന്റിലായിരിക്കില്ല ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് അവർ കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് ഒരു വളരെ നീഷ് പ്രൊഡക്റ്റ് ആയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ നീഷ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും ഫോക്സ് വാഗൻ്റെ ഒക്കെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പെർഫോമൻസ് വാഹനങ്ങളൊക്കെ ആ ഒരു 50 lakhs ഒക്കെ താഴെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് അവർ ഈ വണ്ടി ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് തന്നെ ഓൾമോസ്റ്റ് 40 to 50 lakhs ആണ് മിനിമം പറയുന്നത്. അതും എക്സ്ഷോറൂമാണ്. 50 lakhs ഒക്കെ എക്സ്ഷോറൂം പ്രൈസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ ഏകദേശം 60 lakhs അടുത്തൊക്കെ ഓൺ റോഡ് ആവും. അത് വളരെ ഹൈ പ്രൈസിങ് ആണ്. പക്ഷേ എന്നാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അവർ ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഫോക്സ് വാഗൻ്റെ ഒരു ടിപ്പിക്കൽ പ്രൈസിങ് സ്ട്രാറ്റജി വെച്ച് പറയാനാണെങ്കിൽ ഈ വണ്ടി ഇനീഷ്യലി 50 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ 10 ലക്ഷം രൂപയൊക്കെ കുറഞ്ഞ് 40 ലക്ഷം രൂപ ആവാനും സാധ്യതയുണ്ട്. പണ്ട് പോളോ GTI ഇറക്കിയപ്പം ഇങ്ങനെയായിരുന്നു. 26 lakhs ഇറക്കി, പിന്നെ 20 lakhs ആയി, പിന്നെ 15 lakhs ആയി. അങ്ങനെ പ്രൈസ് ഡ്രോപ്പൊക്കെ വന്നിട്ടാണ് അവർ ആ വണ്ടി വിറ്റത്. പക്ഷേ ഏറ്റവും വലിയ രസം 2016 ശേഷം പിന്നെ പ്രത്യേകിച്ച് പുതിയ GTI മോഡൽസ് ഒന്നും നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു പോളോ GTI യൂസ്ഡ് വാങ്ങാൻ പോകുകയാണെങ്കിൽ 20 lakhs താഴെ ഞാൻ ഒരൊറ്റ വണ്ടി പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് പണ്ട് ആൾക്കാർ 18 രൂപയ്ക്കൊക്കെ എടുത്തവരുണ്ടെങ്കിൽ അവരിപ്പോൾ ലാഭത്തിലാണ് മെയിനായിട്ട് വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് ഇത്രയും കാലം ഓടിച്ച് ഏകദേശം 1 ലക്ഷത്തിനടുത്തൊക്കെ അല്ലെങ്കിൽ 50,000 ഓടിയ GTI ആണ് നമുക്ക് ഈ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ റേറ്റ് ചോദിക്കുന്നത്. ഈ വണ്ടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷം 2500 വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന റൂളിന് അണ്ടറിലായിരിക്കും അവർ കൊണ്ടുവരുന്നത്. ഇനി ഞാൻ നേരത്തെ പറയാൻ വിട്ടുഹരിച്ച കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ 0 to 100 എന്ന് പറയുന്നത് 5.9 seconds ആണ്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് അവൈലബിൾ ആണ്. പിന്നെ അഡാപ്റ്റീവ് ഷാസി കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ മാക്സിമം ഫീച്ചേഴ്സ് എന്തൊക്കെ സ്പോർട്ടി ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഗൈസ്, ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ആക്സസറീസ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.